Hi, welcome to my channel Mathematics Made Easy by Mary MJ. Here I am discussing SCRT class 9 new numbers. So in this video, we'll start with two types of right triangles. So first one, ആദ്യത്തെ right triangle, it is an isosceles right angle triangle, that is this angle, ഈ angle 45 degree right angle triangle ആണ്. And it is isosceles. So this is an isosceles right angle triangle. So if the sides are e side 1 e side 1, isosceles ആയതുകൊണ്ട് ഇതേ side ഒരു side perpendicular sides ന്റെ length same ആയിരിക്കും. So if this side is 1, the other side also is 1. What about the hypotenuse? We can apply Pythagoras theorem. അപ്പോൾ അങ്ങനെയാണെങ്കിൽ hypotenuse എന്ന് പറയുന്നത് root of 1 square plus 1 square, that is root 2. So we can see that ഒരു side 1 ആണെങ്കിൽ അതിന്റെ adjacent side 1 ആയിരിക്കും. Hypotenuse will be root of 2. So the ratio of the sides are 1:1 root 2. ഈ ആദ്യത്തെ 1 രണ്ടാമത്തെ 1 represent ചെയ്യുന്നത് ആ perpendicular sidesനെയാണ് represent ചെയ്യുന്നത്. And last one root 2 represents the hypotenuse. So what is the ratio of isosceles right angle triangle? It is 1:1 root 2. If the perpendicular sides, adina 1 ന് പകരം 2 കൊടുക്കുകയാണെങ്കിലോ it becomes 2:2 root 2. അങ്ങനെയാണ് isosceles right angle triangle ന്റെ ratio of the sides. ഇനി അതൊരു 30-60 triangle ആണെങ്കിൽ, that is we are having set square, അല്ലെ? set square രണ്ട് type set square ഉണ്ട്. ഒരു സെറ്റ് സ്ക്വയറിന്റെ ആംഗിൾ ഒരെണ്ണം ഐസോസ്ലെസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും നെക്സ്റ്റ് സെറ്റ് സ്ക്വയർ ഒരു ആംഗിള് 30യും ദ അതർ ആംഗിൾ 60 ആൻഡ് ദിസ് ആംഗിൾ 90. ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് ആണ്, രണ്ട് ടൈപ്പ് ഓഫ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് ടൈപ്പ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ഉണ്ട്. ആംഗിൾ ഡിഫർ ചെയ്തിട്ടും നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് എടുക്കാം. പക്ഷെ റേഷ്യോ പഠിക്കുന്നത് ഈ രണ്ടിന്റെ മാത്രം. So this is 30-60-90 degree right angle triangle. ഇപ്പോൾ ഒരു ആംഗിൾ 30, മറ്റേത് 60, other one will be 90. So what is the ratio? So ratio of 30-60-90 right angle triangle is 1:√3:2. അത് കിട്ടുന്നത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിൽ നിന്ന് എടുത്തിട്ടാണ് നമുക്ക് റേഷ്യോ കിട്ടുന്നത്. And എവിടെയാണ് 1:√3:2? 1 എവിടെയാണ്, √3 എവിടെയാണ്, 2 എവിടെയാണ്? So 1 will come just opposite to the 30 degree angle and this represents the base. ആദ്യത്തെ ബേസിനെയും രണ്ടാമത്തത് ഹൈറ്റും and third one it is the hypotenuse. ഇങ്ങനെയാണ് ആ ട്രയാങ്കിളിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. And where will be the base? Always base will be opposite to 30 degree. ഇനിയിപ്പോ 30 degree ഈ ഭാഗത്താണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ് ബേസ്. ഇവിടെ ഇപ്പൊ നൗ ദ ആംഗിൾ ഇസ് 30 degrees ഹിയർ. സോ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് ബേസ്. സോ ഹിയർ ഇറ്റ് ഇസ് ബേസ്. ഓപ്പോസിറ്റ് ടു 60 degree is the height and height is √3 and the hypotenuse, ഇതാണ് ഏറ്റവും വലിയ സൈഡ്. സോ ദ റേഷ്യോ ഓഫ് ദ സൈഡ് of 30-60-90 triangle is 1:√3:2. ഈ രണ്ട് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസും പഠിക്കുക. ആൻഡ് ബേസ് വിൽ ബി ഓൾവേസ് ഓപ്പോസിറ്റ് ടു 30 degree, ഹൈറ്റ് വിൽ ബി ഓപ്പോസിറ്റ് ടു 60 degree ആൻഡ് ദ തേർഡ് വൺ ഓപ്പോസിറ്റ് ടു 90 degree. ഹൈപ്പോട്ടന്യൂസ് എപ്പോഴും വലിയ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. So that is about the two types of triangles. One is isosceles right angle triangle. Ratio of the side is 1:1:2. And 30-60-90 triangle ratio is 1:√3:2. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. Now we'll move on to addition and subtraction of new numbers. Addition and subtraction of new numbers. New numbersന്റെ എഡീഷനും സബ്ട്രാക്ഷനും എങ്ങനെയാണ്? ഡയറക്ട്ലി നമുക്ക് ന്യൂ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് വി കനോട്ട് ആഡ് √2 and √3 ആസ് സച്ച്. ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? We have to write what is the value of √2, that is 1.41,
And what is the value of root 3? That is 1.73. എന്നിട്ട് വേണം നമ്മൾ ഇത് ആഡ് ചെയ്യാൻ. That is, here it will be 413. 3.14. അപ്പൊ ആഡ് ചെയ്യുന്നത് അതിന്റെ ശരിക്കുള്ള ഡെസിമൽ വാല്യൂ യൂസ് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ. ആൻഡ് ഇവിടെ റൂട്ട് ടുവിന് 1.414 എക്സെട്ര ഉണ്ട്. അതിൽ 1.41 രണ്ട് ഡെസിമൽ പ്ലേസ് ആയിട്ട് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാം. Now we'll move on to the activity questions. That is page number 52. These are all based on the addition and subtraction of new numbers. Adil first question. The hypotenuse of a right triangle is 1.5 meters and another side is half meter. Calculate its perimeter. Correct to a centimeter. So the hypotenuse of a right triangle is given here. ഒരു right triangle-ന്റെ hypotenuse. ഇതാണ് ഒരു right triangle. അതിന്റെ hypotenuse ആണ് 1.5 meters. And another side. ഈ രണ്ട് സൈഡിലത്തെ ഏതെങ്കിലും ഒരു സൈഡ് ഹാഫ് മീറ്റർ. Calculate the perimeter. So ഇതിന്റെ perimeter കാണണമെങ്കിൽ this let it be ABC. Here AB is not given. So we have to find out what is AB also. We can apply Pythagoras theorem. So ഇവിടെ ഏത് type of triangle ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. That is only it is told that it is a right triangle. അതിന്റെ angles or measurement ഒന്നും തന്നിട്ടില്ല. If angles are given as 45-45, we can say that is isosceles. If it is 30-60, we can apply that. Here it is not given what type of triangle it is. So we can apply Pythagoras theorem in order to find out what is the length of AB. Pythagoras theorem is root of hypotenuse square minus base square. And that is equal to root of hypotenuse is 1.5 whole square minus base is half square. It is equal to root of 1.5 means it is 3/2, 3/2 whole square minus 1/2 whole square. Squaring that, 3/2 whole square is 9/4, then 1/2 whole square is 1/4, and that is equal to root of 8/4, which is equal to root 2. So we got the length of AB as root 2 meters. Now we are supposed to find out the perimeter. Perimeter of the triangle. Perimeter is equal to AB plus BC plus AC. AB is root 2, BC is half, and AC is 1.5. So adding up all these, 1.5 plus half is 2 and plus root 2. So it is 2 plus root 2, that is 1.41, and it is asked for correct to a centimeter. So we'll take that as 1.414 plus 2, that is equal to 3.414, and it is given all in meters. Now we have to convert to a centimeter. So multiply this by 100. That much centimeter. That is equal to 341.4 centimeters. So it is correct to a centimeter. We have rounded off and wrote the answer as 341.4. Now moving on to the next question. The picture shows an equilateral triangle. The picture shows an equilateral triangle. Cut into halves. Cut into halves by a line through a vertex. Then first sub question there.
What is the perimeter of a part? What is the perimeter of a part? And second question there, how much less than the perimeter of the whole triangle, than the perimeter of the whole triangle is this? So the picture shows a picture is also given there. The picture is an equilateral triangle and it is being cut into two halves, two equal halves, and this side is given as 2 meters, so definitely this side also will be 2 meter. Then this, it is an equilateral triangle, so the entire length, bottom length also will be 2, so I can write here this as 1 meter, this also 1 meter. Now we'll give name for this, let it be A, B, C, and this point let it be D. Now the question, first one is to find out the perimeter of a part, means I need to find out what is the perimeter of ADB. ഈ ADB യുടെ perimeter കാണണം. ADB യുടെ perimeter of triangle ADB is AD plus DB plus AB. So ഇവിടെ unknown value ഉണ്ട്, that is AD. We have to find out what is the length of AD. AD കാണണമെങ്കിൽ Pythagoras theorem യൂസ് ചെയ്താൽ മതി. Root of hypotenuse square minus base square, and that is root of hypotenuse square is 2 square minus 1 square, that is root of 4 minus 1, that is root 3. So AD യുടെ length ആണ് root 3. Now we can find out what is the perimeter. Perimeter is equal to AD is root 3, DB is 1 and AB is 2. Add ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 plus 2 is 3 plus root 3 is 1.73 and that is equal to 4.73. It is all given in meters. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് കിട്ടുന്ന ആൻസറും മീറ്റേഴ്സിലാണ്. Then what is the second question there? We are supposed to find out how much less the perimeter of the whole triangle is this. ഈ ഫുൾ ട്രയാങ്കിളിനേക്കാളും എത്ര കുറവാണ് ഈ ഒരു പാർട്ടിലുള്ള, അതായത് ആ ട്രയാങ്കിൾ ADB the perimeter. So difference in perimeters equal to perimeter of triangle ABC, അതായത് ആ ബിഗ് ട്രയാങ്കിൾ, മൈനസ് perimeter of triangle ADB. രണ്ടിന്റെയും perimeter എടുത്ത് മൈനസ് ചെയ്യാം. ഫസ്റ്റ് വൺ perimeter of triangle ABC. ABC യുടെ perimeter ഈ സൈഡ് 2 ആണ്, then this side is 2. It is an equilateral triangle. എല്ലാ സൈഡും 2 ആണെങ്കിൽ perimeter also will be 2 plus 2 plus 2, that is 6. Minus we have already got ADB എന്ന് പറഞ്ഞ triangle perimeter, that is 4.73. We can subtract it. So 6 minus 4.73. 6.00 minus 4.73. അത് subtract ചെയ്യുമ്പോൾ ഇവിടെ 7, then 2.1. So 1.27. And it is all given in meters. So you can write here that also in meters. So that's the difference in perimeter. Then next one. Next question. We have seen how we can draw a series of right triangles as in the picture. So നേരത്തെ നമ്മൾ ചെയ്തൊരു question ഉണ്ടായിരുന്നു. So here I show you what is the picture. A series of right triangles, that is square root spiral. Already I have explained all those. This is 1 meter, this is 1 meter. Again I am drawing a right triangle here. This is 1 meter, this is 90 degree. Joining this, you are getting another right triangle. Then again
I'm drawing a right angle triangle here, joining this. That is the third one. And fourth one, again I'm drawing the right triangle here and joining it. This is also 1 meter. So this is the figure given. So we have seen how we can draw a series of right triangles as in the picture. What is the first sub question? What are the length of the sides? What are the length of the sides? Length of the sides of the 10th triangle drawn like this. 10th triangle drawn like this. Then second sub question is, how much more is the perimeter of the 10th triangle than the perimeter of the 9th triangle? How much more is the perimeter of 10th triangle than the perimeter of 9th triangle? Then what about the third one? How do we write in algebra the difference in perimeter of nth triangle and that of the triangle just before it? How do we write in algebra? How do we write in algebra? What do we have to write in algebra? The difference in perimeter of the nth and that of the perimeter of the just before it. So we'll discuss this here. Now in the square root spiral, that is here 1 meter, here 1 meter, what will be the hypotenuse? Just let it be ABC. So AC will be, we know that the ratio is 1:1:√2. So hypotenuse is √2 or AC is equal to √2. Then see the second right angle triangle. Here √2, here 1. How much will be AD? AD can be written as, since this is √2 and this is 1, this will be root of √2 square plus 1 square. We are applying Pythagoras theorem. That is √2 square plus 1 square. ഒരു side √2 ഒരു side 1 ആണ്. That is √2 square എത്രയാണ്? √2 into √2 is 2. So this is √2 square means 2 plus 1, that is √3. So this is √3. Then here √3 and here 1. ഇതേപോലെ Pythagoras theorem apply ചെയ്യുമ്പോൾ ഇവിടെ √4 കിട്ടും. And like this way again applying Pythagoras theorem, we'll get here √5. So we'll write all these ഓരോ triangles in the sides എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ എഴുതാം. If the triangle, the first triangle, it is 1, 1, √2. The sides are 1, 1, √2. Instead of 1, I am writing √1. √1 എന്ന് എഴുതിയാലും 1 എന്ന് എഴുതിയാലും it is same. So this is the sides of first triangle. The sides are ഇത്. What about the second triangle sides? Second triangle the sides എന്ന് പറയുന്നത്, second triangle the sides √2, 1, √3. So we'll write there. Sides are √2, 1, √3. Now what will be the sides of the third triangle? ഇവിടെ √2, 1, √2, √1, 1, √2 ആയിരുന്നു. √2, 1, √3 ആയി. തേർഡിന്റെ വരുമ്പോൾ √3, 1, √4. So again you can write any triangles. അവിടെ ആ സ്പൈറലിലുള്ള ഏത് ട്രയാങ്കിളിന്റെ സൈഡ് വേണമെങ്കിലും നമുക്ക് എഴുതാം. So fourth triangle sides, that is √4, 1, √5. So in the question it is asked for the sides of the 10th triangle. 10th triangle sides എന്തായിരിക്കും? fourth triangle √4, 1, √5 ആയിരുന്നു. അപ്പൊ 10th √10, 1, √11. So that is the sides. How much more is the perimeter of 10th triangle than the perimeter of the 9th? So we should find what is 9th also. 9th triangle sides എന്തൊക്കെയാ? √9, 1, √10. So difference in perimeters. Difference in perimeters of 10th triangle
and 9th triangle. രണ്ടിന്റെ പെരിമീറ്റേഴ്സും കണ്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. 10th ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ പെരിമീറ്റർ മീൻസ് വി ഹാവ് ടു ആഡ് ഓൾ ദോസ്. ദാറ്റ് ഈസ് √10 plus 1 plus √11. Then what about 9th triangle? √9 plus 1 plus √10. Open the bracket. That is √10 plus 1 plus √11 minus √9. ഈ മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. Minus 1 minus √10. Common terms, that is plus √10 and minus √10 will get cancelled. Plus 1 and minus 1 will get cancelled, remaining √11 minus √9. But 10th triangle അതിന്റെ തൊട്ട് താഴത്തെ ട്രയാങ്കിളിന്റെയും പെരിമീറ്റേഴ്സിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 10th ഒന്ന് കൂടുതൽ, that is √11 minus 10th-നേക്കാളും ഒന്ന് കുറവ്, that is √9. Same way, if it is the difference between some other, that is difference in perimeters of 15th and 14th triangle. 15th triangle ന്റെയും 14th triangle ന്റെയും തമ്മിലുള്ള പെരിമീറ്റേഴ്സിന്റെ ഡിഫറൻസ് എന്തായിരിക്കും? 15th triangle-ന്റെ ഒന്ന് കൂടുതൽ, that is one more than that, that is 15 plus 1 16 minus 1 less than 15, that is 14. ഇങ്ങനെയാണ് ഡിഫറൻസ് ഇൻ പെരിമീറ്റേഴ്സ് കണ്ടുപിടിക്കുന്നത്. Now the question, third one is to find out, to write in algebra, that is difference in perimeter of nth triangle and that of the triangle just before it. That of the triangle just before it. nth triangle അതിന്റെ തൊട്ട് മുന്നത്തെ ട്രയാങ്കിളിന്റെയും പെരിമീറ്റേഴ്സിന്റെ ഡിഫറൻസ്. ഇപ്പൊ ഇങ്ങനെ ജനറലൈസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? nth ട്രയാങ്കിളിന്റെ തൊട്ട് മുന്നത്തെ ആവുമ്പോൾ √n+1 മൈനസ് ജസ്റ്റ് നെക്സ്റ്റ് വൺ, അതായത് ഇതിന്റെ തൊട്ട് താഴെയുള്ളത്. ഒന്ന് കൂടുതലും ഒന്ന് കുറവും. കൂടുതലാകുമ്പോൾ √n+1, കുറവാകുമ്പോൾ √n-1. So that is the difference in perimeters of the nth triangle and that of just the triangle just before it. √n+1 minus √n-1. So that is all about the addition and subtraction of new numbers. Thank you for watching my video. Those who haven't subscribed, please like, share and subscribe. And also click on the bell icon for more updates and notifications. Bye.